ചേട്ടാ, ബെല്ലടിക്കുന്ന ആരോ. അത് അവന്റെ കൂട്ടുകാരെങ്കിലും ആയിരിക്കും. നീ തുറക്കണ്ട, കിടന്നോ. സഖാവില്ലേ? ഉറക്കോ? ഒന്ന് വിളിക്കാമോ? ചേട്ടായി, ചേട്ടായി. എന്താടാ? ആ മണിയൻ സഖാവ് കാണാൻ വന്നിരുന്നു. മണിയനോ? എന്താ മണിയാ? സഖാവേ ഒന്ന് വന്നേ. നീ ആ ഫോണിങ് എടുത്തേ. മണിയനൊരു പ്രശ്നത്തിൽപ്പെട്ടു. ഒരുത്തനെ കുത്തി. കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കണം. നീ കൂടെ പോണം. നിനക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തു. വണക്കം കോമ്രേഡ്. നമ്മ കോമ്രേഡുക്ക് ഒരു പ്രോബ്ലം. ഞാൻ അവനെ അങ്ങ് അനപ്പുറ கொஞ்ச நாள் இங்கேருந்து சேஃபா மாறணும். அதனால தான். சரி, என் தம்பி கூட வரும். ഓക്കേ? തിരുവനന്തപുരത്ത് ചെന്നിറങ്ങി നാഗർകോവിൽ ബസ് പിടിക്കണം. അവിടെ ചെന്നിറങ്ങി ഈ നമ്പർ വിളിക്കണം. രംഗസ്വാമി എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ സഖാവുമാണ്. എല്ലാ സൗകര്യവും ചെയ്തു തരും. ആ, രണ്ടുപേരുടെ മൊബൈലിലേക്ക് താ. എൻ്റെ മൊബൈൽ നീ എടുക്ക്. ഇത് കൊണ്ടുപോകുന്നതേ അപകടം. ചിലപ്പോൾ പോലീസ് ട്രേസ് ചെയ്യും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, ചെല്ല്. എൻ്റെ ആ ഫോൺ നമ്പർ കയറിക്കോ. പിടി. வணக்கம்ண்ணா. வணக்கம். நான் வந்து ரங்கசாமி ஃப்ரெண்டு மணியன். ஆமா சார் சொல்லியிருக்கேன். சரி. ഓ എല്ലാം പറഞ്ഞോ അല്ലേ? ആ ഓക്കെ തന്നെ. ശരി, സി യു അങ്കിൾ. എല്ലാം ഉറപ്പിച്ചു. പയ്യനെ കണ്ടില്ലേ? കണ്ടു. വരുന്ന 14 സെന്റ് ആന്റണീസ് ചർച്ച് വെച്ചാ കല്യാണം. എല്ലാം സഖാവിന്റെ സഹായമാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു. നടക്കും, എല്ലാം ഭംഗിയായി നടക്കും. അവനോട് ഈ ചെയ്യുന്ന ചതിയല്ലേ? എന്ത് ചതി? ഒരു പെൺകുട്ടിയുടെ ഭാവിയാണ്. അവൻ എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? അപ്പനും അമ്മച്ചിയും കൂടെ അവന്റെയും കൂടെ പേരിൽ ഈ വീട് എഴുതി വെച്ചു. അല്ലെങ്കിൽ കാണായിരുന്നു എന്റെ ശരിക്കുള്ള ഗുണം. ശരി സഖാവേ, ഓക്കെ. ആ ശരി, ഓക്കെ. ഷാജി, സഖാവ് വിളിച്ചത്. അവിടെ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പം നമ്മളൊരു 8-10 ദിവസം ഇവിടെ തങ്ങേണ്ടി വരും. 8-10 ദിവസം? ആ മോളെ, എനിക്കും ഒരു പെൺകുഞ്ഞാ ഉള്ളത്. മോൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. അവന് വേണ്ടി അത് കളയരുത്. അവന്റെ പേര് തന്നെ അറിയാലോ, ഉഡായിപ്പ് ഷാജി. ഞാൻ എന്റെ മോളോട് പറയുന്ന പോലെ പറയുക. ആ അച്ഛനെ വേദനിപ്പിക്കരുത്. വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. തൽക്കാലം മോളുടെ ഇന്ന് ഫോൺ അങ്ങ് വാങ്ങി വെച്ചേക്ക്. അണ്ണ ഒരു ഫോൺ ചെയ്യുന്നു.
ഷാജി ഇവിടെ പോയി. ഷാജിയേ ഷാജി ഇവിടെ പോയി. ആ നീ ഇതവിടെ പോയി കിടക്കായിരുന്നു. നാളെ നീനുവിന്റെ കല്യാണം. ആ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. ആ ജാൻസി ഒന്ന് വേഗം വാ. നീ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ കെട്ട് കഴിയും. ഹലോ സഖാവേ, ഇന്നലെ രാത്രി കുന്തീശൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഷാജിയുടെ എല്ലാ കാര്യവും പറഞ്ഞു. സഖാവിന്റെ ഭാര്യ എവിടുത്തെ നമ്പർ കൊടുത്തതും കാര്യങ്ങളൊക്കെ കുളമാക്കിയത്. അവൻ എന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ സഖാവേ, അവനവിടെ വരും, ഈ കല്യാണം മുടക്കും. മോളെ ചേട്ടാ ദാ വരുന്നു. ആ, ശ്ശോ. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ പരിശുദ്ധമായ സ്നേഹത്തെ പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്തുറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. ഹലോ വക്കീലേ. ആരാധകൻ എല്ലാം നല്ലതാ നനച്ചു പോയിട്ട് വാ. ആ. ഏത്? ആ. നമസ്കാരം. എല്ലാം ഭംഗിയായി നടന്നല്ലോ. ഗംഭീരമായി. ഒരുപാട് നന്ദിയുണ്ട്. എനക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ വിശ്വസിക്കാം. പാരീസ് ഹോളിലാണ് സാപ്പാട്. വന്ന് സാപ്പിട്ട് താൻ പോണം. ശരി, ചെല്ലു. ആദ്യം നാട്ടിന് നല്ലൊരു പേരുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് മതി പ്രേമവും കല്യാണവും ഒക്കെ.